വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റത്തിൽ പാടുക എന്നത് പാടുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു പ്രത്യേക സുഖമാണ്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ലൊരു ലൈറ്റ് കിട്ടുന്നതും. അപ്പോൾ നമുക്ക് സൗണ്ടും ലൈറ്റും ശബ്ദവും വെളിച്ചവും എന്ന് പറയാം തന്നത് കോഴിക്കോടുകാർക്ക് പ്രത്യേക മുഖവര ആവശ്യമില്ലാത്ത ശ്രുതി സൗണ്ട്സാണ്. അതിന് അജിൽ ദാസിനോടും ഇതീഷിനോടും അഷ്റഫിനോടും ഞങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെയാണ് ഞാനിവിടെ 2-3 പരിപാടി നടത്തിയതിലെല്ലാം തന്നെ എൻ്റെ കൂടെ വീഡിയോയ്ക്ക് ഇവിടെ വരുന്നത് അലിബായ്. ഞാൻ അലിബായ് എന്ന് വിളിക്കുന്നു, അങ്ങനെ തന്നെ പറയുന്നു. അലിബായ് ആണ്. വളാഞ്ചേരിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ ഞാൻ വിളിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇവിടെ 4 മണിക്ക് തന്നെ വരുന്നു. ഇതെല്ലാം എൻ്റെ കോഴിക്കോട് സൗഹൃദ വലയത്തിൻ്റെ ഒരു ഗുണമാണ്. കോഴിക്കോട് അങ്ങനെ ഒരു പ്രത്യേക നഗരമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ തിരുവനന്തപുരത്താണെങ്കിലും സംഗീതത്തിൻ്റെ സൗഹൃദം കോഴിക്കോട് ഒരുപാട് വലുതാണ്. സാംസ്കാരിക ഒരു സമ്പന്നത, സംഗീത സമ്പന്നതയാണ് ഒരു നാടിൻ്റെ സാംസ്കാരിക നിലവാരം അളക്കുന്നതിൻ്റെ അളവുകോൽ എന്ന് പറയുമ്പോൾ കോഴിക്കോട് അതിൻ്റെ ഏറ്റവും മേലിൽ നിൽക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് അജുൽ ദാസും അലിബായിയും എല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതും ഈ നിറഞ്ഞ സദസ്സ് ഈ 9 മണിക്കും ഞങ്ങളുടെ കൂടെ. ഇനി കുറച്ച് പാട്ടുകളും കൂടെ ഉള്ളൂ, അതും കൂടെ കേട്ടിട്ടേ പോകാവുള്ളൂ. മെഹബൂബിനൊരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ഗാനം ഇവിടെ അവസാനിപ്പിക്കുന്ന ഗാനാഞ്ജലി. അതുകൊണ്ട് അതും കേട്ടിട്ടേ പോകാവൂ. അടുത്ത ഗാനം പാടുന്നത് കോഴിക്കോടിൻ്റെ തന്നെ ഒരു ഗായികയാണ്, ശ്രീജയ. മൈനാകം എന്ന് തുടങ്ങുന്ന ഗാനം തൃഷ്ണ എന്ന ചിത്രത്തിലാണ്. ഒരു വയലാർ ദേവരാജൻ, ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ എന്ന് പറയുന്നത് പോലെ തന്നെ ശക്തമായ ഒരു കൂട്ടുകെട്ടായിരുന്നു ബിച്ചു തിരുമല ശ്യാം. ആ കൂട്ടുകെട്ടിലൊരു ഗാനമാണിത്. ശ്രീജയ പാടുന്നു മൈനാകം.
ശിശിരങ്ങൾ